സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. മാർക്ക് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്. ഓപ്ഷൻ സി ക്ഷയം. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങൾ ഏവ? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങൾ ഏവ? അമിനോ ആസിഡുകൾ. അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കുവാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. 20. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ എണ്ണം 9 ആണ്. 9. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ 9. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ. ഓപ്ഷൻ സി. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ താഴെ പറയുന്നവയിൽ ഏത് മൂലകമാണ് അടങ്ങിയിട്ടുള്ളത്? പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ താഴെ പറയുന്നവയിൽ ഏത് മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? ലിപ്പോപ്രോട്ടീനുകളാണ്. ലിപ്പോപ്രോട്ടീനുകളാണ് കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത്. ലിപ്പോപ്രോട്ടീനുകൾ. കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോപ്രോട്ടീനുകളായി തരംതിരിച്ചിരിക്കുന്നു? കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോപ്രോട്ടീനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 2 തരമാണ്. LDLും HDLും. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, LDL. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം ശരീരത്തിന് ഊർജം നൽകുക എന്നതാണ്. ശരീരത്തിന് ഊർജം നൽകുക. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. ഓപ്ഷൻ ബി അയോഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്ത്? അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറമാണ് ഇരുണ്ട നീല നിറം. ഇരുണ്ട നീല നിറം. എന്ത് ചേർക്കുമ്പോഴാണ്? അയോഡിൻ ചേർക്കുമ്പോൾ ഇരുണ്ട നീല നിറം. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഓപ്ഷൻ എ കോഷിയോക്കർ, മരാസ്മസ്. കോഷിയോക്കർ, മരാസ്മസ് എന്നിവ എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോഷിയോക്കർ, മരാസ്മസ് എന്നിവ. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിളകളാണ്? ചെറുധാന്യങ്ങൾ ഏതാണ്?
പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ്. പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെ? അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ് പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ചെറുധാന്യങ്ങളിൽ പെടാത്തത് ഗോതമ്പ്. ഓപ്ഷൻ സി, ഗോതമ്പ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏത്? ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ സി, പ്രോട്ടീൻ. ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? കൂടുതൽ ഊർജം നൽകുന്നത് കൊഴുപ്പാണ്. കൊഴുപ്പ്. കൊഴുപ്പിന്റെ ഒരു രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? കൊഴുപ്പിന്റെ ഒരു രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? കൊളസ്ട്രോൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊളസ്ട്രോൾ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എ. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ സി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിൻ ഏത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഓപ്ഷൻ ഡി, വിറ്റാമിൻ ഡി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഓപ്ഷൻ സി, വിറ്റാമിൻ കെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കണ അഥവാ റിക്കറ്റ്സ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ ബി, സി എന്നിവ. വിറ്റാമിൻ ബി, സി എന്നിവ. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണ്? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയൺ അഥവാ ഇരുമ്പ്. ഓപ്ഷൻ ബി. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതുവാണ് കാൽഷ്യം. ഓപ്ഷൻ ബി, കാൽഷ്യം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ. അയഡിൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽഷ്യമാണ്. കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര്.
സ്കർവി. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്കർവി. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റിസ്. അതേത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി ആണ്, വിറ്റാമിൻ ബി. കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? കണ ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്, വിറ്റാമിൻ ഡി. അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അയൺ എന്ന ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ അഥവാ വിളർച്ച. ശരീരത്തിൽ അയോഡിൻ്റെ കുറവുണ്ടായാൽ വരുന്ന രോഗം. ശരീരത്തിൽ അയോഡിൻ്റെ കുറവുണ്ടായാൽ വരുന്ന രോഗമാണ് ഗോയിറ്റർ. ഓപ്ഷൻ സി, ഗോയിറ്റർ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ്? കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. കലോറി. ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെ. 1900 മുതൽ 2400 കലോറി വരെ. ഒരു സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? ഒരു സ്ത്രീക്ക് 1600 മുതൽ 2000 കലോറി വരെ. 1600 മുതൽ 2000 കലോറി വരെ. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ, മാക്രോ ന്യൂട്രിയൻസ്. സ്ഥൂല പോഷകങ്ങൾ. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്. ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ ഏതാണ്? ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് എന്താണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് അസ്ഥിക്കൂടമാണ്. ഓപ്ഷൻ സി, അസ്ഥിക്കൂടം. എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യന്റെ തലയോട്? എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യന്റെ തലയോട്? 22 അസ്ഥികൾ ചേർന്നതാണ്. 22. തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി കീഴ്ത്താടിയെല്ലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കീഴ്ത്താടിയെല്ല്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് എന്താണ്? നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കശേരുക്കൾ. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കശേരുക്കൾ. എത്ര കശേരുക്കൾ ചേർന്നതാണ് മനുഷ്യന്റെ നട്ടെല്ല്? എത്ര കശേരുക്കൾ ചേർന്നതാണ് മനുഷ്യന്റെ നട്ടെല്ല്? 33 കശേരുക്കൾ ചേർന്നതാണ് മനുഷ്യന്റെ നട്ടെല്ല്. 33 കശേരുക്കൾ. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? 12 ജോഡി. 12 ജോഡി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? ജനന സമയത്ത് ഓപ്ഷൻ ബി 300 അസ്ഥികളാണ്. ഓപ്ഷൻ ബി 300. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം
അസ്ഥിസന്ധി. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അസ്ഥിസന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി ഏതാണ്? കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഓപ്ഷൻ ബി, വിജാഗിരി സന്ധി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? വിൽഹേം കോൺറാഡ് റോഡ്ജൻ. വിൽഹേം കോൺറാഡ് റോഡ്ജൻ. റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം ഏതാണ്? റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895 1895. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഓപ്ഷൻ ബി, കഴിയും. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയും. എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഓപ്ഷൻ ബി, ഇല്ല. എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുകയില്ല. നമ്മുടെ ചെവിക്ക് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? നമ്മുടെ ചെവിക്ക് ആകെ എത്ര ഭാഗങ്ങളാണ്? 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങൾ. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മനുഷ്യനെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന പ്രധാന പ്രക്രിയ ഏതാണ്? മനുഷ്യനെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന പ്രധാന പ്രക്രിയ മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ് മനുഷ്യനെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ്. തുടയൽ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, തുടയലിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് കമന്റ് ചെയ്യുക. ഒരു ദൃശ്യാനുഭവം റെറ്റീനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം ഏതാണ്? ഒരു ദൃശ്യാനുഭവം റെറ്റീനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഓപ്ഷൻ ബി, വീക്ഷണ സ്ഥിരത. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഓപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയാണ്? 0 ആണ്. 0. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. U-235. സമ്പുഷ്ട യുറേനിയം U-235. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ്? സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഓപ്ഷൻ എ, ഹൂക്സ് നിയമം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൂഗുരുത്വാകർഷണ ബലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ജലം.
കത്തുന്ന ഫിലമെന്റ് ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? കത്തുന്ന ഫിലമെന്റ് ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. ഓപ്ഷൻ സി വികിരണം. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണമെന്ത്? ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണമാണ്. അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ആചരിച്ച വർഷം? അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015 ആണ്. 2015. തുലനത്തെ ആസ്പദമാക്കിയ ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനത്തിന് പറയുന്ന പേര് ദോലനം. ഓപ്ഷൻ സി ദോലനം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലന ജഡത്വം. ഓപ്ഷൻ ബി ചലന ജഡത്വം. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് 1969. 1969. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം സുഷുമ്ന ആണെങ്കിൽ അത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്ന പേര് സ്പൈനൽ റിഫ്ലക്സുകൾ. സ്പൈനൽ റിഫ്ലക്സുകൾ. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം സുഷുമ്ന ആണെങ്കിൽ അത് സ്പൈനൽ റിഫ്ലക്സുകൾ എന്നറിയപ്പെടുന്നു. സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകൾക്ക് പറയുന്ന പേര്? സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ. സെറിബ്രൽ റിഫ്ലക്സുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സവിശേഷ കോശങ്ങൾ കൊണ്ടാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒലിയോഡെൻഡ്രോസൈറ്റുകൾ. ഓപ്ഷൻ ബി ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ. ഓപ്ഷൻ ബി ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 സ്തരപാളികളുള്ള ആവരണം ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 സ്തരപാളികളുള്ള ആവരണം മെനിഞ്ചസ്. സെറിബ്രത്തിന്റെ ഗ്രേ അല്ലെങ്കിൽ ചാരനിറമുള്ള പുറം ഭാഗത്തിന് പറയുന്ന പേര്? ചാരനിറമുള്ള പുറം ഭാഗമാണ് കോർട്ടെക്സ്. ഓപ്ഷൻ ബി കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തിന് പറയുന്ന പേരെന്താണ്? വെളുത്ത നിറം മെഡുലയാണ്. മെഡുല. ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഹൈപ്പോതലാമസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനത്തിനോ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്ന സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര ജോഡിയാണ്? സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്. 31 ജോഡി. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതാണ്? സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്? ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് കേവല 0. അബ്സല്യൂട്ട് 0. കേവല 0. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഘടകങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏത്? ആംശിക സേചനമാണ്. ആംശിക സേചനം. ഇന്ത്യയിൽ ഗാർഹിക വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി? ഇന്ത്യയിൽ ഗാർഹിക വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. ഓപ്ഷൻ ബി 50 ഹെർട്സ്. അവസാനത്തെ ചോദ്യം, ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്? പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഓപ്ഷൻ ബി 20%. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.